ഇത് ഈ ഇരിക്കുന്നതെല്ലാം പണം കായ്ക്കുന്ന യന്ത്രങ്ങളാണ്. വെറുതെ പറയുന്നതല്ല. ചെറുതും വലുതുമായ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായ എല്ലാവിധ മെഷീനറികളും വളരെ കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയിൽ സർവീസ് സപ്പോർട്ടോടുകൂടി അതും സബ്സിഡി എല്ലാം വാങ്ങി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ ഒരു കുടുംബശ്രീ യൂണിറ്റ് ഒക്കെ നടത്തുന്ന അമ്മമാർക്കും ഈ ഒരു മെഷീൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു മെഷീനാണ്. ഇതിൽ നമുക്ക് ഇതിപ്പോൾ അച്ചാറിൻ്റെ പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല സീൽ ചെയ്ത് പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാക്കിംഗ് മെഷീൻസ് ആണിത്. വീട്ടിലൊക്കെ എണ്ണാട്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞൻ ഡ്രയറും അതുപോലെ തന്നെ കൊപ്ര കട്ടറും ഈ ഒരു കുഞ്ഞൻ മെഷീനും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എണ്ണയാട്ടി എടുക്കാനായിട്ട് പറ്റും. ഇത് ഈ ഇരിക്കുന്നതെല്ലാം പണം കായ്ക്കുന്ന യന്ത്രങ്ങളാണ്. വെറുതെ പറയുന്നതല്ല. ചെറുതും വലുതുമായ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായ എല്ലാവിധ മെഷീനറികളും വളരെ കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയിൽ സർവീസ് സപ്പോർട്ടോടുകൂടി അതും സബ്സിഡി എല്ലാം വാങ്ങി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ഒരുപാട് പേര് ഇവരിൽ നിന്ന് മെഷീൻസ് എടുത്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഫീഡ്ബാക്ക് ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മെഷീൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഏത് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ മെഷീനുകളാണ് ഇവിടെ നിന്ന് തരുന്നത്. കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു സെക്ഷൻ, ഏതെങ്കിലും പല സെക്ഷനുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഏതെങ്കിലും ഒരു സെക്ഷനിലുള്ള മെഷീനുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സൈറ്റ് എവിടെയാണെങ്കിലും, അതിപ്പോൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എത്തിച്ചു തരാനുള്ള സൗകര്യം കൂടി ഈ ഒരു കമ്പനിക്കുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനിയുടെ കുറച്ച് മെഷീൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെഷീൻസുകൾ അതിൻ്റെ ഏതൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ മോഡലുകളുണ്ട്, പിന്നെ വീഡിയോയുടെ സമയക്കുറവ് കാരണം ഞങ്ങൾ അധികം മെഷീൻസ് ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഏത് മെഷീനുകൾ ചോദിച്ചാലും, സംരംഭം തുടങ്ങാൻ ആവശ്യമായ ഏത് മെഷീൻ ചോദിച്ചാലും ഇവിടെ നിന്ന് ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഇവർക്ക് തരാൻ വേണ്ടി സാധിക്കും. ഇവരുടെ വിശേഷങ്ങൾ, ഈ ഒരു ടീമിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷോറൂമിലാണ്, മെഷീൻ ഹബിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഇവിടുത്തെ മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ സെക്ഷനായിട്ട് നമുക്കിത് നോക്കാമെന്നുള്ളതാണ്. നമ്മളിവിടെ മെയിനായിട്ട് ഫ്ലവർ മില്ല്, ഓയിൽ മില്ല്, പാക്കിംഗ് മെഷീൻസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെഷീൻസായിട്ട് ഫ്ലവർ മില്ല് നമുക്ക് പരിചയപ്പെടാം. ഫ്ലവർ മില്ല് നമ്മുടെ ഏറ്റവും മെയിൻ മെഷീൻ വരുന്നത് പൾവറൈസറാണ് വരുന്നത്. അപ്പോൾ പൾവറൈസർ നമുക്ക് തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൾവറൈസർ വരുന്നത്. നമ്മൾ നോർമലായിട്ടല്ല ഫ്ലവർ മില്ലും കണ്ടുവരുന്ന നമ്മളെ പൊടിപ്പിക്കുന്ന മെഷീനാണ്. ഇതിൽ നമുക്ക് എല്ലാവിധ സാധനങ്ങളും പൊടിപ്പിക്കാനായിട്ട് പറ്റും. മുളക്, മല്ലി, അതുപോലെ തന്നെ ധാന്യങ്ങൾ, എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല രീതിയിൽ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. അതിന് വ്യത്യസ്ത രീതിയിൽ പൊടിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ ബ്ലേഡുകൾ കാര്യങ്ങളിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് ഏത് പ്രൊഡക്റ്റാണോ പൊടിക്കേണ്ടത് അതിനനുസരിച്ചുള്ള ബ്ലേഡ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ചില്ലി വരുന്നുണ്ട്, വീറ്റ് വരുന്നുണ്ട്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബ്ലേഡുകൾ കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ നമുക്കിതിൽ പല കപ്പാസിറ്റിയിൽ വരുന്ന മോട്ടറുകൾ നമുക്കിതിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. 7.5 HP, 10 HP അങ്ങനെ വരുന്ന കപ്പാസിറ്റിയിലുള്ള മോട്ടറുകൾ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് പാർട്സ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് തരത്തിലുള്ള പൾവറൈസറുകൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീനെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഷോറൂമിൽ ഇവിടെ സ്പേസിൻ്റെ ഒരു ലഭ്യത കുറവ് കാരണം നമ്മൾ ഇപ്പോൾ ഒരു മോഡലാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ എല്ലാവിധ നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന പൾവറൈസറും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഫ്ലവർ മില്ലിൽ അടുത്ത മെഷീൻ വരുന്നത് പൾവറൈസർ കഴിഞ്ഞാൽ പിന്നെ റോസ്റ്റർ മെഷീനാണ് വരുന്നത്. അരി വറുത്ത് പൊടിക്കാൻ ഉപയോഗിക്കുന്ന റോസ്റ്റർ മെഷീനുകൾ. അത് തന്നെ 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് ഗ്യാസ് റോസ്റ്ററും അതുപോലെ തന്നെ ഇലക്ട്രിക് റോസ്റ്ററും. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നമുക്ക് വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഗ്യാസ് റോസ്റ്റർ വരുന്നത്. 15 കിലോ കപ്പാസിറ്റി വരുന്ന ഗ്യാസ് റോസ്റ്ററാണ്. ഇത് മെയിനായിട്ട് ഗ്യാസിലാണ് പ്രവർത്തിക്കുക. ഇനി ഇതിൻ്റെ തന്നെ കപ്പാസിറ്റി കൂടിയിട്ടുള്ള മോഡലുകളും നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് 15 കിലോയാണ്. ഇനി അടുത്തത് വരാം 25 കിലോയാണ് വരാം. അതുപോലെ തന്നെ 2500 വാട്ട്സാണ് നമ്മുടെ ഇതിൽ പവർ വരുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഫുള്ളി ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന റോസ്റ്റർ മെഷീൻ വരുന്നത്. ഇതും 15 കിലോ തന്നെയാണ് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വെച്ചുള്ള കപ്പാസിറ്റി വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ 25 കിലോ കപ്പാസിറ്റി വരുന്ന മോഡലുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെയും നമുക്ക് പവർ വരുന്നത് 2500 വാട്ട്സാണ് വരുന്നത്. പവർ കൺസംഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീനെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഫ്ലവർ മില്ല് നടത്തുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി സംഭവങ്ങളൊക്കെ പൊടിപ്പിച്ച് കഴിഞ്ഞത് പാക്ക് ചെയ്തെടുക്കണമെന്നുണ്ടാവും. നല്ല രീതിയിൽ പാക്ക് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഏറ്റവും ബേസ് മോഡൽ വരുന്നത് നമുക്ക്
ഹാൻഡ് സീലേഴ്സാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള നമ്മുടെ നോർമൽ ഹാൻഡ് സീലേഴ്സാണ്. ഇതിൽ നമുക്ക് ഹാൻഡ് സീലേഴ്സിൽ പല സൈസിലും പല കപ്പാസിറ്റിയിലുള്ള ഹാൻഡ് സീലേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല, നമുക്ക് എല്ലാ തരത്തിലുള്ള ഹാൻഡ് സീലേഴ്സും അവൈലബിൾ ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന മോഡലാണ് നമുക്ക് ബാൻ സീലർ എന്ന് പറയുന്ന ഒരു പാക്കിംഗ് മെഷീനാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻ സീലേഴ്സ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ ഒരു കുടുംബശ്രീ യൂണിറ്റ് ഒക്കെ നടത്തുന്ന അമ്മമാർക്കും ഈ ഒരു മെഷീൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു മെഷീനാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ ഇതിപ്പോൾ അച്ചാറിൻ്റെ പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല സീൽ ചെയ്ത് പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാക്കിംഗ് മെഷീൻസ് ആണിത്. ഇത് വെർട്ടിക്കൽ ബാൻ സീലർ എന്നാണ് പറയുക, ഇതിനെ ഹൊറിസോണ്ടൽ ബാൻ സീലർ എന്നാണ് പറയുക. ഇതിൻ്റെ വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഇതിൽ നമ്മളിങ്ങനെ കെടുത്തിയിട്ടായിരിക്കും പാക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നമുക്കിപ്പോൾ മെഷീൻ ഓൺ ചെയ്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്ര വേണമെങ്കിൽ പാക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അവിടെ ഒരു കൊട്ട വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ പാക്കായിട്ട് അവിടെ വരും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളിപ്പോൾ ഹാൻഡ് സീലർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ലേബർ നമുക്ക് ചിലവാകുന്നുള്ളതാണ്. കാരണം ഒരാൾ മാനുവലി നിന്ന് അത് സീൽ ചെയ്ത് എടുക്കണമെന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആയിട്ട് വരും. ഇത് നമുക്ക് ടൈം ലാഭിച്ചുകൊണ്ട് ഈസി ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഷീനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഹൊറിസോണ്ടൽ ബാൻ സീലറിൽ പാക്ക് ചെയ്യുമ്പോൾ അച്ചാറ് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കെടുത്തി പാക്ക് ചെയ്യുമ്പോൾ ലീക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക വെർട്ടിക്കൽ ബാൻ സീലർ ആകുമ്പോൾ നമ്മൾ നേരെ നിർത്തിയിട്ടായിരിക്കും പാക്ക് ചെയ്യുക. അതുകൊണ്ട് അച്ചാർ സംഭവങ്ങളൊന്നും ലീക്ക് ആവാതെ നമുക്ക് പാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക പൊടിപ്പിക്കുന്ന ഫ്ലവർ മില്ലിക്കും അതുപോലെ തന്നെ ഒരു കുടുംബശ്രീ അങ്ങനെയുള്ള യൂണിറ്റുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി മെഷീൻസാണ്, പാക്കിംഗ് മെഷീൻസാണ് വരുന്നത്. അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പാക്കിംഗ് മെഷീൻസിൽ തന്നെ ഈ മെഷീൻസ് മാത്രമല്ല നമുക്ക് വാക്യൂം പാക്കിംഗ് വരുന്നുണ്ട്. നമ്മുടെ ഈ ക്യാഷ് ആൻഡ് സംഭവങ്ങളൊക്കെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നല്ല എയർ സക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് വാക്യൂം രീതിയിലാണ് പാക്ക് ചെയ്തെടുക്കുക. അങ്ങനത്തെ മെഷീൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓയിൽ അതേപോലെയുള്ള ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫില്ലിംഗ് മെഷീന്, അങ്ങനെ പലതരത്തിലുള്ള പാക്കിങ്ങിൻ്റെ കീഴിൽ വരുന്ന പല മെഷീൻസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേക്ക് ഇവിടെ ജസ്റ്റ് വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം തന്നെ എത്തിച്ചു തരാനായിട്ട് പറ്റും. അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി തരാം. അതുപോലെ തന്നെ പാക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് വരുന്നത് മെയിനായിട്ട് ഓയിൽ മില്ലാണ്. ഓയിൽ മില്ലിൻ്റെ ആദ്യത്തെ മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് ഡ്രയറാണ് വരിക. അപ്പോൾ ഡ്രയർ നമുക്ക് അവിടെ വരുന്നുണ്ട്, നമുക്ക് അത് നോക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ മില്ലിൻ്റെ ആദ്യത്തെ മെഷീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡ്രയറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോ ടൈപ്പ് ഡ്രയറുകളാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഏറ്റവും കുഞ്ഞൻ ഡ്രയർ മെഷീനാണ് ഇവിടെ 3 തട്ടിൽ വരുന്ന മെഷീൻ. ഇതിൽ ഇതുപോലെ 3 തട്ടായിട്ടായിരിക്കും ട്രേസ് വരിക. ഇതിപ്പോൾ നമുക്ക് ട്രേസ് ഇതുപോലെ പുറത്തേക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ട്രേസാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും ചെറിയ കുഞ്ഞൻ മെഷീനിൽ തന്നെ നമുക്കൊരു 60ഓളം തേങ്ങ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരേ സമയം. അതുപോലെ തന്നെ നമുക്ക് ഡ്രയറിൽ പല തരത്തിലുള്ള ഡ്രയറുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓയിൽ മില്ലിലേക്കുള്ള ആവശ്യങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് എന്ത് തരത്തിലുള്ള ആവശ്യം ഉണക്കാനായിട്ട് എന്ത് തരത്തിലുള്ള ആവശ്യത്തിനും നമുക്ക് നമ്മുടെ ഡ്രയർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു ഫ്ലവർ മില്ല് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് അതുപോലെ തന്നെ മല്ലി സംഭവങ്ങളൊക്കെ ഉണക്കിയെടുക്കാനായിട്ടൊരു ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഈ മെഷീൻസ് എല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ഫുൾ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നൊരു ഡ്രയറാണ്. ഇതിൽ നമുക്ക് ഔട്ടറും ഇന്നറും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും വരിക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വലിപ്പം കൂടിയിട്ടുള്ളൊരു ഡ്രയർ വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം കണ്ട മോഡലിൻ്റെ തന്നെ കുറച്ച് ട്രേസ് കൂടിയിട്ടുള്ള മോഡലാണ്. അതേപോലെ തന്നെ നമുക്ക് ഓയിൽ മില്ലുകാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ ഡ്രയറുകൾ ചെയ്യുന്നുണ്ട്. ബൾക്ക് ഡ്രയർ എന്നാണ് നമ്മളതിനെ പറയാം. അതിൽ നമുക്ക് നാളികേരം കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് 500 നാളികേരം 1000 നാളികേരം 1500 നാളികേരമൊക്കെ ഒരേ സമയം ബൾക്കായിട്ട് കൂട്ടിയിട്ട് ഉണക്കാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേബർ ഭയങ്കര കുറവായിരിക്കും. ഒരാൾക്ക് ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് തേങ്ങ കൂട്ടിയിട്ട് ഈസി ആയിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൽ ഉണക്കിയെടുക്കുന്ന ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പൊടി അടിക്കാം. അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ തേങ്ങ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഡ്രയറിൽ വെച്ച് ഉണക്കുകയാണെങ്കിൽ അത്രയും ഹൈജീനായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് സാമ്പിൾസ് നമ്മളിവിടെ ഓൾറെഡി ഉണക്കി വെച്ചിട്ടുണ്ട് ഓരോ പ്രൊഡക്ട്സിൻ്റെ. ഇതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രയറിൽ എല്ലാവിധ സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും. നാളികേരം മാത്രമല്ല, പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, അങ്ങനെ എല്ലാ സാധനവും ഉണക്കാം. ഇപ്പോൾ ഓരോന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ പൈനാപ്പിൾ ഉണക്കിയതാണ്, ഇതിപ്പോൾ ആപ്പിൾ ഉണക്കിയതാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ സവാള ഉണക്കിയത്, ഇത് പച്ചക്കായ ഉണക്കിയത്, ക്യാരറ്റ് ഉണക്കിയത്, ബീൻസ് ഉണക്കിയത്, നേന്ത്രപ്പഴം ഉണക്കിയത്, പച്ചമാങ്ങ ഉണക്കിയത്, ബീട്രൂട്ട് ഉണക്കിയത്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണക്കിയത്, മുളക് ഉണക്കിയത്, നെല്ലിക്ക ഉണക്കിയത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവിധ സാധനങ്ങളും. അതുപോലെ തന്നെ നമ്മൾ ഈ മെഷീനിൽ മീനും വേണമെങ്കിൽ ഉണക്കിയെടുക്കാൻ പറ്റും. ഡ്രൈ ഫിഷ് സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഫിഷ് നമുക്ക് ഉണക്കി ഡ്രൈ ഫിഷ് ആക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇടിയിറച്ചി, ബീഫ് സംഭവങ്ങളൊക്കെ ഉണക്കാനും നമ്മുടെ മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഉണക്കേണ്ടതായിട്ട് വരുന്ന എന്ത് സംഭവത്തിനും നമ്മുടെ ഈ ഡ്രയർ മെഷീൻസ് എല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓയിൽ മിൽ മെഷീൻസ് ആണ്. അപ്പോൾ ഓയിൽ മില്ല് ഡ്രയറിൽ നമ്മളിപ്പോൾ ആദ്യം നാളികേരം ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണക്കിയ നാളികേരം കട്ട് ചെയ്തെടുക്കണം. അതിന് നമുക്ക് കൊപ്ര കട്ടർ വേണം. അപ്പോൾ കൊപ്ര കട്ടറാണ് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് കൊപ്ര കട്ടർ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊപ്ര കട്ടർ വരുന്നത്. ഓയിൽ മില്ല് രണ്ടാമത്തെ മെഷീനാണ്. അപ്പോൾ നമുക്ക് കൊപ്ര ആയി കഴിഞ്ഞാൽ കൊപ്ര കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആട്ടണയ്ക്ക് മുമ്പ് കൊപ്ര കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്ര വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അതും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കൊപ്ര കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. ഇത് 2 HP മോട്ടറാണ് വരുന്നത്. ഫുള്ള് നല്ല ക്വാളിറ്റി ഇരുമ്പിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ല കൊപ്ര കട്ടർ മെഷീനാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വേറൊരു ടൈപ്പ് കൊപ്ര കട്ടർ കൂടി വരുന്നുണ്ട്. അത് ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ആ മെഷീൻ. ഇത് ഭയങ്കര കുഞ്ഞനൊരു കൊപ്ര കട്ടറാണ്. നമ്മൾ ബാക്കി മില്ലുകളിലും അവിടെ ഇവിടെയൊക്കെ വലിയ വലിയ മെഷീൻസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക നാളെ കൊപ്ര കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. ഇവിടെ നമ്മുടെ കുഞ്ഞൻ മെഷീനാണ് കൊപ്ര കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ വ്യത്യസ്ത തരം ബ്ലേഡുകൾ വരുന്നുണ്ട്. ഈ സൈസിലൊക്കെ നമുക്ക് കൊപ്ര കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നാനോ എക്സ്പെല്ലറുകൾ വരുന്നുണ്ട്. ആ എക്സ്പെല്ലറുകൾക്ക് വേണ്ടിയിട്ട് കൊപ്ര ആട്ടിയെടുക്കുന്ന മെഷീനാണ് എണ്ണയാക്കാനായിട്ട്. ആ മെഷീനിൽ നമുക്ക് കൊപ്ര ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ കൊപ്ര കട്ടർ മെഷീൻ വരുന്നത്. അപ്പോൾ ഈ ഒരു മെഷീൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മെഷീൻ വരുന്നത് കൊപ്ര കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആട്ടി എണ്ണയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വരുന്നത് എക്സ്പെല്ലറാണ്. അപ്പോൾ എക്സ്പെല്ലറുകളാണ് നമ്മുടെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെല്ലർ വരുന്നത്. ഇവിടെ കാണാം പലതരത്തിലുള്ള എക്സ്പെല്ലറുകൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ നാനോ എക്സ്പെല്ലർ എന്നാണ് നമ്മുടെ ഈ ഒരു മെഷീനെ പറയാം. ഇത് നമുക്ക് ചെറിയൊരു യൂണിറ്റിലേക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞൻ മോഡലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വീട്ടമ്മമാർക്കും വേണമെങ്കിൽ വീട്ടിലിരുന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞൻ ഓയിൽ മെഷീൻസ് നമുക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു ചെറിയൊരു രീതിയിൽ ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു മോഡലാണ്. ഇതിൽ നമുക്ക് കൊപ്ര ആട്ടി എണ്ണയാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൊപ്ര മാത്രമല്ല എന്തുവിധ സാധനങ്ങളും നമുക്ക് എന്തുവിധ സീഡ്സും ആട്ടി എണ്ണയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കടുക്, എള്ള്, ബദാം അങ്ങനെയുള്ള എന്ത് സാധനവും ആട്ടി എണ്ണയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ ഇത് പല സൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുഞ്ഞനൊരു മോഡലാണ് നമുക്കിവിടെ കാണാം. നിങ്ങളിപ്പോൾ വീട്ടിലൊക്കെ എണ്ണാട്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞൻ ഡ്രയറും അതുപോലെ തന്നെ കൊപ്ര കട്ടറും ഈ ഒരു കുഞ്ഞൻ മെഷീനും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എണ്ണയാട്ടി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് മാത്രമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊപ്ര കട്ടറോ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കൊപ്ര ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ കത്തി കൊണ്ടൊന്ന് അരിഞ്ഞ് നമ്മുടെ ഈ മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എണ്ണ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ മെഷീൻസിൻ്റെയൊക്കെ പ്രത്യേകത വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊമേഴ്ഷ്യലായിട്ട് നല്ല രീതിയിൽ ഓയിൽ മില്ല് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയുള്ള വലിയ എക്സ്പെല്ലറുകൾ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേക്ക് വെക്കാനായിട്ടുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ എക്സ്പെല്ലറുകളിൽ കൊപ്ര മാത്രമല്ല എള്ള്, കടുക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടി എണ്ണയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഇപ്പോൾ കടുകെണ്ണ ഉണ്ടാക്കി കാണിച്ചു തരാം എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ ഒരു കുഞ്ഞ മെഷീനിലാട്ടി നിങ്ങൾക്ക് കടുക് ലൈവായിട്ട് കടുകെണ്ണയാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ മെഷീൻ പ്ലഗ് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് ഹീറ്റർ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഹീറ്റർ ഓണായി. അപ്പോൾ നമുക്ക് ഇവിടെ മീറ്റർ പാനൽ ഇവിടെ ഓണായി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ 150 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. 150 ഡിഗ്രി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ടെമ്പറേച്ചർ ഇപ്പോൾ 33 ഇതിന് കയറി 150ലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കടുക് ലൈവായിട്ട് ആട്ടി നമ്മുടെ ഈ കുഞ്ഞു മെഷീനിൽ ആട്ടി എണ്ണയ്ക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ 100 ഗ്രാം കടുക് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഷീൻ ഓണായി ടെമ്പറേച്ചർ ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിത് പൊട്ടിച്ച് മോഡികൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതിൽ സ്ക്യൂസിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ സ്ക്യൂസിങ്ങിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ വേസ്റ്റ് ഇവിടെ വരും, എണ്ണ ഇതിവിടെ വരും. നമുക്കിവിടെ കാണാം. ഇതാ എണ്ണ വന്നു തുടങ്ങി. നമ്മൾ വളരെ കുറച്ച് കടുക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മെഷീൻസിൻ്റെ പ്രത്യേകത വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മോഡലൊക്കെ ആണെങ്കിൽ ഇതിൽ നമുക്ക് എന്താ പറയുക എല്ലാവിധ കൺട്രോൾ സിസ്റ്റം വരുന്നൊരു മോഡലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇങ്ങനെയുള്ള മെഷീൻസൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഈ കൊപ്ര സംഭവമൊക്കെ സ്റ്റെക്കാവും. ആ സ്റ്റെക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിലൂടെ ഒരു ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂസ്റ്റായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ സ്റ്റെക്ക് കാര്യങ്ങളൊക്കെ മാറ്റി എടുക്കാൻ പറ്റുന്ന സംഭവമാണ് ബൂസ്റ്റ്. അതുപോലെ തന്നെ നമുക്കിതിൽ ക്ലീനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആട്ടിക്കതിന് കൈ കൊടുക്കനെ ക്ലീൻ ചെയ്ത് വയ്ക്കാം. കൈ കൊടുക്കനെ ക്ലീൻ ചെയ്ത് വയ്ക്കാനായിട്ട് ഇവിടെ ക്ലീനപ്പ് ഓപ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ക്ലീനപ്പിൽ ഇട്ടിട്ട് നമ്മുടെ മെഷീൻ ഈ സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുത്ത് നമുക്ക് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വാഷ് ചെയ്ത്
വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളൊരു വട്ടം നാളികേരാട്ടി അടുത്ത് നമ്മൾ എന്താ പറയുക എള്ളാണ് ആട്ടുകയെന്നുണ്ടെങ്കിൽ നാളികേരാട്ടി കഴിഞ്ഞാൽ കൈ കൊടുക്കനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് എള്ളാട്ടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ എക്സ്പെല്ലറുകളെല്ലാം തന്നെ പല ടൈപ്പിലുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞൻ മെഷീൻസ്, വലിയ മെഷീൻസ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഒരു ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഡ്രയർ വേണമെങ്കിലോ അല്ലെങ്കിൽ കൊപ്ര കട്ടർ വേണമെങ്കിലോ ഇതുപോലുള്ള എക്സ്പെല്ലറുകൾ വേണമെങ്കിലോ, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ കുപ്പിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഫില്ലിംഗ് മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ മില്ലിൻ്റെ മെഷീൻസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ മില്ലിൻ്റെ സെക്ഷനിലെ എക്സ്പെല്ലറിലെ ഏറ്റവും കുഞ്ഞൻ എക്സ്പെല്ലറാണ് നമുക്ക് ഈ ഒരു മോഡൽ വരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള എക്സ്പെല്ലർ. ഭയങ്കര കുഞ്ഞനൊരു മെഷീനാണ്. ടേബിൾ ടോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ മെഷീനാണ്. ഇതിൽ നമുക്ക് എന്താ പറയുക ഈസി ആയിട്ട് ഇതേപോലെ എണ്ണ സംഭവം കാട്ടി എടുക്കാന്നുള്ളതാണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കടുകെണ്ണ, എള്ളെണ്ണ, നാളികേരം, വെളിച്ചെണ്ണ, കൊപ്ര വെളിച്ചെണ്ണയാക്കാം. നിങ്ങൾ എന്ത് സാധനം നമുക്ക് ഈ ഒരു കുഞ്ഞ മെഷീൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാനാണോ അല്ലെങ്കിൽ മില്ല് തുടങ്ങാനാണോ അല്ലെങ്കിൽ മില്ല് നടത്തുന്നവർക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻസ് നോക്കുന്നവരാണോ, അങ്ങനെയുള്ള എല്ലാ വിധത്തിൽ എക്സ്പെല്ലർ നോക്കുന്നവർക്കുള്ള എക്സ്പെല്ലറുകൾ നമ്മൾ മെഷീൻ ഹബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓയിൽ മില്ല് മെഷീൻസ് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് അല്ലാത്ത മെഷീൻസ് വരുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു കുഞ്ഞൻ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് തേങ്ങ ചെരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമായിരിക്കും. നമ്മളിപ്പോൾ കുറച്ചധികം തേങ്ങ ചെരുക്കി എടുക്കണമെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര മാൻ പവറും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാണ്. ഈ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തേങ്ങ ചെരുക്കി എടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്താ പറയുക വീട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹോട്ടൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും എഫിഷ്യൻ്റായിട്ട് വരുന്ന എന്താ പറയുക കോക്കനട്ട് സ്ക്രാപ്പർ എന്നാണ് പറയുക. കോക്കനട്ട് സ്ക്രാപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാറ്ററിംഗ് യൂണിറ്റ് അവർക്കൊക്കെ തേങ്ങ ഒരുപാടധികം ചെരുക്കെടുക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചെരുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയുള്ള ഏറ്റവും നല്ലൊരു കോക്കനട്ട് സ്ക്രാപ്പറാണ് നമ്മുടെ ഇവിടെ വരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കോക്കനട്ട് സ്ക്രാപ്പറും നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന നമ്മൾ എന്താ പറയുക വീട്ടിലേക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഹോട്ടലുകൾക്കൊക്കെ ആവശ്യമായിട്ട് വരുന്ന വെജിറ്റബിൾ കട്ടറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ കട്ടിങ് മെഷീൻ വരുന്നത്. ഈ ഒരു മെഷീനാണ്. ഇതിൽ നമുക്ക് ഈ സലാഡിന് വെജിറ്റബിൾസ് അരിയാനും നമ്മളിപ്പോൾ ഹോട്ടലൊക്കെ ആണെങ്കിൽ സലാഡൊക്കെ ഒരുപാട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ മാനുവലി ഒരു കത്തി വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമും സംഭവങ്ങളൊക്കെ വേസ്റ്റ് ആവുന്നതാണ്. ഈ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾസ് എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതും ഇതിൽ പലതരത്തിലുള്ള ബ്ലേഡുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സൈസിലാണോ എങ്ങനത്തെ രീതിയിലാണോ കട്ട് ചെയ്യേണ്ടത് വെജിറ്റബിൾസ് അതിനനുസരിച്ച് നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ മെഷീൻ ഹബിൽ പലതരത്തിലുള്ള മെഷീൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ചെറിയ രീതിയിലുള്ള സംരംഭമോ അല്ലെങ്കിൽ വലിയ സംരംഭമൊക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീൻസും നമ്മുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്ലവർ മില്ലോ, ഓയിൽ മില്ലോ, പാക്കിംഗ് മെഷീൻസോ എന്ത് തന്നെ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എല്ലാ മെഷീൻസിനും 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാ മെഷീൻസും കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ മെഷീൻസ് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എല്ലാ മെഷീൻസും നിങ്ങൾക്ക് സബ്സിഡിയോട് കൂടി മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഹബിൻ്റെ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മരത്താക്കരയാണ്. ഹൈവേയിൽ തന്നെയാണ് വരുന്നത്. ഹൈവേയിൽ നമ്മൾ പാലക്കാട് ടു എറണാകുളം പോവുകയാണെങ്കിൽ പാലിയേക്കര ടോൾ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ജംഗ്ഷനാണ് മരത്താക്കര എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഹൈവേയിൽ സർവീസ് റോഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്.